വന്യജീവി ആക്രമണങ്ങൾ പരിശോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് വയനാട്ടിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. ലക്കിടിയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഹർത്താലിനോടനുബന്ധിച്ച് UDFന്റെ പ്രതിഷേധ മാർച്ചും ഇന്ന് നടക്കും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ സർവീസ് നടത്തേണ്ടതില്ലെന്നാണ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ തീരുമാനം. ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നു. രതീഷ്, വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താലിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പ്രതികരണം എങ്ങനെയാണ്? വയനാട്ടിൽ വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങളിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് UDF പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ്. അതായത് ഇപ്പോൾ തുടക്കത്തിൽ നേരിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഹർത്താൽ അനുകൂലികൾ കൽപ്പറ്റയിൽ വാഹനങ്ങൾ തടയുകയാണ്. അന്തർജില്ലാ സർവീസുകൾ KSRTC നടത്തുന്നുണ്ടെങ്കിലും ഹർത്താൽ അനുകൂലികൾ തടയുന്നുണ്ട്. ഏതായാലും പ്രൈവറ്റ് ബസ് അസോസിയേഷൻ അംഗങ്ങൾ ഈ ഹർത്താലുമായി സഹകരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ നിരവധിയായ പ്രവർത്തകരുണ്ട്. അവർ ഈ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തിലെത്തുകയാണ്. ഇത്തരത്തിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ്. അത്തരത്തിൽ മരണങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർത്താൽ. തീർച്ചയായിട്ടും സർക്കാരിന് അനാസ്ഥ എന്ന് ഒരു ഉദാഹരണം പറയാം. വനം വകുപ്പ് മന്ത്രി ഒരു അപക്വമായുള്ള പ്രസ്താവന നടത്തി. എന്തെന്ന് വെച്ചാല് വനത്തിനുള്ളിലേക്ക് ആദിവാസികൾ കയറാൻ പാടില്ല, അവരെ ഭക്ഷ്യവസ്തുക്കൾ എന്ത് തോന്നിയവാസമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വെച്ചാല് ആ വനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ആദിവാസികൾ, അല്ലെ? ശരിയല്ലേ? ആ ആദിവാസികളോട് വനത്തിലേക്ക് കയറരുത്, അവരെ അതുകൊണ്ടാണ് കാട്ടാന വന്യജീവി ആക്രമണം നേരിടേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ബുദ്ധിശൂന്യമായുള്ള പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത്. ഈ മന്ത്രിന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമുണ്ട് അദ്ദേഹത്തിന് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ ഇത് അദ്ദേഹം തുടരുന്നത്. അപ്പൊ അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. ഈ ഒരു പ്രസ്താവനയോടുകൂടി അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. ഇത് മനഃപൂർവ്വം UDFന്റെ ഈ ഒരു ഹർത്താൽ പൊളിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ തലത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ പൊതുജനങ്ങളോട് വെല്ലുവിളി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഈ റോഡിൽ അരങ്ങേറുന്നത്. ഇത് ഞങ്ങൾ അനുവദിക്കാനല്ലേ. UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടുക തന്നെ ചെയ്യും, ഇങ്ങനെ വെല്ലുവിളിയായിട്ട് വന്നു കഴിഞ്ഞാൽ. തീർച്ചയായും ഇത്തരത്തിലാണ് പ്രവർത്തകർ അവർ പറയുന്നത്. കാരണം ഇത് വളരെ സമാധാനപരമായി പോകുന്ന ഹർത്താലാണ്. വയനാട്ടിലെ ജനങ്ങൾ അടിക്കടി വന്യമൃഗ ആക്രമണത്തിന് ഇരയാവുന്നു, മരണം തുടർക്കഥയാവുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയുണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ വ്യാപാരി വ്യവസായിയൊക്കെ കടകൾ അടക്കില്ല എന്ന് സഹകരിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വയനാട്ടിൽ ഏതാണ്ട് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അന്തർ സംസ്ഥാന സർവീസുകൾ മാത്രം, ജില്ലയ്ക്ക് പുറത്തുള്ള സർവീസുകൾ മാത്രമാണ് നിലവിൽ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകളെല്ലാം തന്നെ പൂർണ്ണമായും നിരത്തിലിറങ്ങിയിട്ടില്ല. മറ്റേതായാലും പൊതുജനങ്ങൾ ഈ ഹർത്താലുമായി സഹകരിക്കുന്നുണ്ട്. ഹർത്താൽ അവർ പറയും, പക്ഷേ ഈ ഹർത്താലിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് LDF രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 1972 കേന്ദ്ര വന്യജീവി നിയമത്തിലെ ഭേദഗതി വരുത്തണമെന്നാണ് LDF അവകാശപ്പെടുന്നത്. ഇതിന് യോജിച്ച പ്രക്ഷോഭമാണ് വേണ്ടത്. പക്ഷേ UDF ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ അതിനെ അനുകൂലിക്കില്ല എന്നൊരു പൊതു നിലപാട് LDF സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏതായാലും ഹർത്താൽ ഏതാണ്ട് 3 മണിക്കൂർ പിന്നിടുമ്പോൾ ഏതാണ്ട് സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. വാഹനങ്ങൾ തടയുന്നുണ്ടെങ്കിലും അവ പോലീസ് എത്തി പിന്നീട് പ്രവർത്തകരെ ശാന്തരാക്കി ആ വാഹനങ്ങളെല്ലാം തന്നെ യാത്ര ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നിലവിൽ വയനാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വയനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗ ശല്യത്തിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിൽ UDF പ്രഖ്യാപിച്ച ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.